Good morning, students. We are discussing about the condition of Indian economy during the period 1950-51 to 1990. We already completed the discussion on agriculture and industry. Today, we are going to discuss about trade policy during this period. India followed a policy of inward looking or import substitution policy during this period. What do you mean by import substitution? Import substitution means substituting the domestically produced goods in the place of foreign goods. There are two types of policies: import substitution policy and export promotion policy in trade. We followed import substitution policy. For example, we need several types of electronics items. Instead of using foreign goods, we use the goods produced in our own country. That is import substitution. We gave more importance to import substitution during this period. രണ്ട് തരത്തിലുള്ള പോളിസികളാണ് ട്രേഡ് പോളിസിയിലുള്ളത്. ഒന്ന് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനും രണ്ട് എക്സ്പോർട്ട് പ്രൊമോഷനും. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് പകരമായി നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുക. ആ പോളിസിയെയാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എക്സ്പോർട്ട് പ്രൊമോഷൻ എന്ന് പറഞ്ഞാലോ, നമ്മൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക, കയറ്റുമതി നടത്തുക. അതിനെയാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇന്ത്യ കൂടുതലായിട്ട് അന്നത്തെ കാലത്ത് പ്രാധാന്യം കൊടുത്തിരുന്നത് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനാണ്. നമുക്കറിയാം, ഒരു 200 വർഷം വിദേശാധിപത്യത്തിൽ കഴിഞ്ഞ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഭക്ഷണത്തിനും മെഷീനറിക്കും മറ്റെല്ലാത്തിനും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുക എന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് അന്നത്തെ നമ്മുടെ സാമ്പത്തിക വിദഗ്ധരും രാഷ്ട്രീയ നേതാക്കളും വിദേശ നിർമ്മിത വസ്തുക്കളോട് ഒരു അകൽച്ച പാലിക്കാൻ ശ്രമിച്ചു. ദ പോളിസി ഓഫ് import substitution leads to the policy of protection. Protect the infant industry from foreign competition. We know that the foreign goods are qualified goods. These goods are available at a cheap rate of price. So in order to protect our industry from competition, we follow a policy of protection. There are two ways to protect our industry. The policies are tariff and quota system. What you mean by tariff? Tariff is the tax policy, tax on imports and exports. Quota means restricting the quantity of inputs. Quota means restricting the quantity of imports. രണ്ട് തരത്തിലുള്ള പോളിസികൾ കൊണ്ടുവന്ന് നമ്മുടെ ഇൻഡിജീനിയസ് ഇൻഡസ്ട്രീസിനെ, വളർന്നു വരുന്ന ഇന്ത്യൻ വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി രണ്ട് തരത്തിലുള്ള പോളിസികളാണ് നാം സ്വീകരിച്ചത്. ഒന്ന് ടാരിഫ്, രണ്ട് ക്വാട്ട സിസ്റ്റം. ടാരിഫ് എന്ന് പറഞ്ഞാൽ ഇറക്കുമതിമേലും അതുപോലെ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളിന്മേലും ഏർപ്പെടുത്തുന്ന ടാക്സിനെ, നികുതിയെ പറയുന്ന പേരാണ് ടാരിഫ്. രണ്ടാമത്തത് ക്വാട്ട സിസ്റ്റം. ക്വാട്ട സിസ്റ്റം ഇമ്പോർട്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യുക. നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. ഇമ്പോർട്ട് ചെയ്യുന്ന സാധനത്തിന് ഒരു പരിധി നിശ്ചയിക്കുക. അതിനെയാണ് ക്വാട്ട സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ സാധിക്കുകയില്ല. അതിനെയാണ് ക്വാട്ട സിസ്റ്റം എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോളിസി ആയിരുന്നു ടാരിഫ് സിസ്റ്റം, ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളിന്മേൽ നികുതി ഏർപ്പെടുത്തി. When the government imposes high rate of taxes on imports,
the prices of that commodity increases. That leads to costlier. That products became very costlier. ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ, ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളിന്മേൽ കൂടുതൽ ടാക്സ് ചുമത്തുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ വില വളരെയധികം വർദ്ധിക്കുന്നു. അപ്പോൾ ആ സാധനങ്ങൾ വാങ്ങാതെ ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിന് പകരം ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ ഇന്ത്യക്കാർ നിർബന്ധിതരാകുന്നു. ആസ് എ റിസൾട്ട് ഓഫ് implementing these policies, we achieve several advantages. First advantage or first benefit is that the contribution of our industrial sector to GDP increases from about 12% to 25%. When we implement these policies, we are able to increase the contribution of our industrial sector. It increases from 12% in 1950-51 to 25% in 1990. Then, during this period, our industrial sector grew at a rate of 6%. ഈ പോളിസി നടപ്പിലാക്കിയതുകൊണ്ട് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. ഒന്നാമത്തെ നേട്ടമായിരുന്നു ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ. മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിനുള്ള ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ 12% നിന്ന് 25% വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. 2, നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ വ്യവസായ മേഖല 6% വളർച്ച നേടാൻ സാധിച്ചു. Another important benefit of our trade policy is that diversification of our industry sector. We know that during the period of our independence, we have only some cotton industry, jute industry and some steel industry. But as a result of introducing this trade policy, our industrial sector became diversified. In India, there arise several industries like automobile industry, capital goods industry, then pharmaceutical industry, cement industry, etc. We started several small-scale industries during this period. This leads to creating so many job opportunities in our country. Then, another important benefit of our trade policy is growth of indigenous industries through the policy of protection. When we give protection to our infant industry, it leads to growth of our industrial sector. ഈ വ്യാവസായിക നയം നടപ്പിലാക്കിയതുകൊണ്ട് ഇന്ത്യയുടെ ഇൻഡസ്ട്രി വൈവിധ്യവൽക്കരണം നടന്നു. ഇന്ത്യയിൽ വ്യവസായങ്ങളുടെ ഒരു വൈവിധ്യവൽക്കരണം തന്നെ നടന്നു. നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന അവസരത്തിൽ ഇവിടെ ജൂട്ട് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ കോട്ടൺ ഇൻഡസ്ട്രി, സ്റ്റീൽ ഇൻഡസ്ട്രി, മെയിനായിട്ട് ഈ 3 ഇൻഡസ്ട്രീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 1990 ആകുമ്പോഴേക്കും നമ്മുടെ വ്യവസായ മേഖലയിൽ പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ ചെറുകിട വ്യവസായങ്ങൾ ധാരാളമായി തുടങ്ങിയതുകൊണ്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഇവിടെ തുടങ്ങുന്ന വ്യവസായങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകിയതുകൊണ്ട്, വിവിധ തരത്തിൽ നമ്മുടെ വ്യവസായങ്ങളെ സംരക്ഷിച്ചതുകൊണ്ട് ധാരാളം പുതിയ വ്യവസായങ്ങൾ ഇന്ത്യയിൽ ആരംഭിക്കാൻ കഴിഞ്ഞു. These are the important benefits of our trade policy. There are several defects also for our trade policy. First defect is that the system of licensing leads to license permit Raj system, which leads to bureaucracy, delay, red tapeism, etc. We studied that as a result of IPR 1956, industries were divided into 3 categories. First category is completely owned and controlled by the public sector. Second category is mainly owned by the public sector, but the private sector coexists with the public sector. Then the third
group of industries were completely owned by the private sector, but these industries were controlled by public sector through licensing system. This licensing system leads to bureaucracy. 1956 വ്യവസായ നയം അനുസരിച്ച് വ്യവസായങ്ങളെ മൂന്നാക്കി തരംതിരിച്ചു. ആദ്യത്തെ കാറ്റഗറി മുഴുവനായും പബ്ലിക് സെക്ടറിൻ്റെ കീഴിലായിരുന്നു. രണ്ടാമത്തെ കാറ്റഗറി പബ്ലിക് സെക്ടറിൻ്റെ അധികാരത്തിലുള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ പൊതുമേഖലയോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയ്ക്കും അതിൽ ചെറിയ ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാറ്റഗറി മുഴുവനായിട്ടും സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തു. ഈ സ്വകാര്യ മേഖലയെ നിയന്ത്രിക്കാൻ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് ലൈസൻസിങ് സമ്പ്രദായം. ഇത് അനാവശ്യമായ ഉദ്യോഗസ്ഥ മേധാവിത്വത്തിന് വഴിതെളിച്ചു. Then next important defect of this policy is that the public sector incurred huge losses because of inefficient management. പബ്ലിക് സെക്ടർ ഒരു വലിയ ഭാഗം വ്യവസായങ്ങളും പബ്ലിക് സെക്ടറിന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അവിടെ വൻ നഷ്ടമാണ് ഉണ്ടായിരുന്നത്. നല്ല മാനേജ്മെൻ്റ് ഇല്ലാത്ത ഒരവസ്ഥ ഹ്യൂജ് ലോസസ് ഉണ്ടാക്കി. ദെൻ റിസർവേഷൻ ഓഫ് several industries for public sector reduces the participation of private sector. പ്രൈവറ്റ് സെക്ടറിൻ്റെ ആ നല്ല കോൺട്രിബ്യൂഷൻ ഈ മേഖലയിൽ ഇല്ലാതാക്കി. ഇൻഡസ്ട്രിയൽ പോളിസി റെസ്ട്രിക്റ്റഡ് പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ് ഇൻ ഇൻഡസ്ട്രിയൽ സെക്ടർ. ഈ ഇൻഡസ്ട്രിയൽ പോളിസി സ്വകാര്യ മേഖലയെ വളരെയധികം നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നു. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഇന്ത്യയുടെ വ്യവസായ വളർച്ചയ്ക്ക് കിട്ടാതെ പോകാൻ ഈ ട്രേഡ് പോളിസി കാരണമായി. So we can conclude our discussion on trade policy. We know that India followed a policy of import substitution. Import substitution means substituting domestically made goods in place of foreign goods. For implementing this policy, we follow two types of policies, that is tariff and quota system. Tariff means tax on imported goods. When we impose taxes on imported goods, the price of that goods increases, which leads to reduction in demand of that commodities. Quota system also restricted the quantity of import. So our policy makers rethink their policies and started a new economic policy in 1991. Dear students, we completed our second chapter. Please study this chapter very well. Let's see in the next class. Thank you.